ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊന്ന് ഒരു കായും കൊണ്ട് ഒരു എൽസേരി വെക്കാം. ഈ കായ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സുന്ദരിക്കായ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പറയുന്നത് നമുക്കറിയത്തില്ലല്ലോ. ഇതുകൊണ്ട് നമുക്കൊരു എൽസേരി ഉണ്ടാക്കാം. ഇത് ഷുഗറുകാർക്ക് നല്ലതെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് തോരൻ വെക്കുകയും ചെയ്യാം, പഴുപ്പിച്ചും തിന്നാം, നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മളിന്ന് ഒരു എൽസേരിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ കായ അരിഞ്ഞ് കൊണ്ടുവന്ന ഇതിന് ചേർക്കേണ്ട അരപ്പുണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഈ മുളക് പൊടി, ഈ കായ നമ്മൾ ഈ ചെറിയ കുക്കറിനകത്തോട്ട് ഇട്ട് നമ്മൾ ആദ്യം വേവിക്കുക. അത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി മതി. അതിന് ചേർക്കേണ്ടത് തേങ്ങ, പച്ചമുളക് 3 എണ്ണമാണ്, ചെറുള്ളി, വെളുത്തുള്ളി 2 വെളുത്തുള്ളി, ചെറുള്ളി അതിൻ്റെ അകത്ത് തന്നെ, പിന്നെ ചെറിയ ജീരകം, നമ്മൾ ഈ ചെറിയ ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമ്മളിതെല്ലാം വെന്ത് കഴിഞ്ഞ് കടുക് പൊട്ടിക്കാൻ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചേക്കുവാണ്. അതിനകത്ത് പത്തലമുളകുണ്ട്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് മൊത്തം തേങ്ങ എടുക്കില്ല. ഇത് കടുക് നമ്മൾ വറുത്തും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കാനും കൂടെ തേങ്ങയാണ്. നമുക്കെന്നാൽ ഇത് കുക്കർ അടുപ്പ് വെച്ച് നമുക്ക് കായ അങ്ങിട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാമേ. മുളക് പൊടി, വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നല്ലതായിട്ട് വേകണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കും. ഇത് അടച്ച് വെക്കാം, അടയ്ക്കാം. ഗ്യാസ് കത്തിക്കട്ടെ. അടുപ്പേ വെക്കുവാണ്. ഇനി ഇത് നല്ലതായിട്ട് വേകട്ടെ. നമുക്ക് അന്നേരം ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. നമുക്കിത് വെന്തോന്ന് നോക്കാമേ. ഇതിൻ്റെ എയറെല്ലാം മാറിയിരിക്കുമായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ശരിക്കും വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കൊണ്ടുവന്നതേ, നമുക്കിത് ചേർത്ത് കൊടുക്കാം. ശകലം കൂടെ ഉപ്പിടുവാണേ. നമ്മൾ ആ അരപ്പെല്ലാം ചേർത്ത് നമുക്കതൊന്നൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കടുക് പൊട്ടിക്കാം. നല്ലതായിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് അരപ്പൊക്കെ ഇട്ട് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങി വെക്കാം. ഇത് തിളച്ചു, ചെറുതായിട്ട് തിളച്ചാൽ മതി. അതിന് അരപ്പിൻ്റെ ഈ പച്ചമണം മാറാൻ വേണ്ടി നമുക്കിത് ഇറക്കി വാങ്ങി വെക്കാമേ. നമുക്കിനി ഒരു പാത്രം വെച്ച് നമുക്ക് ഈ കടുകെല്ലാം പൊട്ടിക്കാം. പാത്രം നല്ലതായിട്ട് ചൂടാകട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. പാത്രം നല്ലതായിട്ട് ചൂടായിട്ടുണ്ടേ. അത് നല്ലതായിട്ട് ചൂടാകട്ടെ. നമുക്ക് കടുക് ഇട്ടു. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ടേ. നമ്മൾ നേരത്തെ ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടി. നമുക്കിത് ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇച്ചിരി ഒരു ചെറിയത് ചുവപ്പ് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. എല്ലാം നേരത്തെ കഴുകി വെച്ച കരിവേപ്പില കേട്ടോ. പത്തലമുളക് 4 എണ്ണം മുറിച്ച് വെച്ചിരുന്നാണേ, അതിട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. നമുക്കിത് നല്ലതായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വെന്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക നമ്മൾ അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നല്ലതായിട്ട് ഇതൊന്ന്
ചുമന്ന ഒരു കളറ് വരട്ടെ. നമ്മൾ വെന്ത കായിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം മൂത്തിട്ടുണ്ട്, ഇതുപോലെ മൂക്കണം. ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ മുമ്പ് സുന്ദരിക്കായുടെ എലിശ്ശേരി ശരിയായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കി കഴിച്ച് നോക്കണം. നാളെ ഒരു കുക്കിംഗ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ.